പഠിത്തം കഴിഞ്ഞാൽ ഒരു സ്ഥിര ജോലി, 30 ആകുന്നതിന് മുൻപ് സ്വന്തമായിട്ടൊരു വീടും വണ്ടിയും, പിന്നെ കല്യാണം, കുടുംബം. നമ്മുടെ നാട്ടില് പ്രായപൂർത്തിയായി അല്ലെങ്കിൽ ലൈഫിൽ സെറ്റിലായി എന്ന് പറയണമെങ്കിൽ കഴിഞ്ഞ ജനറേഷൻ വരെ ഇതായിരുന്നു ഒരു അളവുകോൽ തന്നെ. അതായത് വളരെ സോളിഡായ പ്ലാൻസ്. എന്നാൽ ഇന്ന് അതല്ല കഥ. സീരിയസ്ലി ഇന്നത്തെ നമ്മളോട്, അതായത് ജെൻസിനോട് അവരുടെ സോളിഡ് പ്ലാൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഡ്യൂഡ് വെയിറ്റ് എന്ന് പറയും. യെസ്, നമ്മൾ ജീവിക്കുന്നത് ലിക്വിഡ് അഡൽഹുഡിലാണ്. അതായത് ഒരിടത്തും ഉറച്ചു നിൽക്കാത്ത വെള്ളം പോലെ ഒഴുകുന്ന ഒരു ജീവിതം. ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഉടനടി സാധിച്ച ജീവിതം ആസ്വദിക്കുന്ന ജെൻസി ലിക്വിഡ് അഡൽഹുഡ് പോളിസി. ലെറ്റ്സ് ബ്രേക്ക് ഇറ്റ് ഡൗൺ. പോയിന്റ് നമ്പർ 1, ഞാൻ ആരാണ്? കുറച്ചു കാലം മുൻപ് വരെ ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അവരുടെ കുടുംബം, മതം, ജാതി അല്ലെങ്കിൽ അച്ഛൻ ചെയ്യുന്ന ജോലി എന്നതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഐഡന്റിറ്റികളിൽ ഉറച്ചു നിൽക്കുവാനും ഭദ്രമായ ഒരു നില ഉറപ്പിക്കുവാനുമായിരുന്നു അവർ ശ്രമിച്ചിരുന്നതും. എന്നാൽ ഇന്ന് അങ്ങനെ അല്ല അവസ്ഥ. നമ്മൾ ഏത് ബ്രാൻഡ് വസ്ത്രം ധരിക്കുന്നു, ഏത് ഫോൺ ഉപയോഗിക്കുന്നു, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്നതൊക്കെയാണ് നമ്മുടെ വിലാസം. ഒരു ജോലിക്ക് പോലും വെൽ റിട്ടേൺ ആയ ജോബ് പ്രൊഫൈൽ വായിക്കുന്നതിന് പകരം കമ്പനി നോക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ ആയിരിക്കും. വി ക്രിയേറ്റ് അവർ ഐഡന്റിറ്റി ഓൺലൈൻ, ക്രിയേറ്റിംഗ് അവർ ഓൺ യൂണിക് വൈബ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ നമ്മുടെ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ആർക്കും അറിയാനാവില്ല. നെക്സ്റ്റ് ഈസ് മണി. ഇന്നത്തെ കാലത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങുക എന്ന് ചിന്തിക്കാൻ പോലും ബുദ്ധിമുട്ടാണല്ലേ. ഇറ്റ്സ് ക്രേസി എക്സ്പെൻസീവ്. അതുകൊണ്ട് ലക്ഷങ്ങൾ ചേർത്ത് ഒരു വീട് വാങ്ങുന്നതിനേക്കാൾ ഇപ്പോഴത്തെ സന്തോഷത്തിന് ഒരു 300 രൂപയുടെ മാച്ചാറ്റി അല്ലെങ്കിൽ ഒരു ട്രെൻഡി സ്നീക്കേഴ്സ് വാങ്ങാനാണ് ജെൻസി പിള്ളേർക്ക് താല്പര്യം. അത്തരം പർച്ചേസുകൾ നമ്മുടെ സോളിഡ് ആയ ഒരു കാര്യം വാങ്ങുന്നതിന് വേണ്ടി സേവ് ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും താൽക്കാലികമായി ലക്ഷറി അനുഭവിക്കുവാൻ സഹായിക്കുകയും ചെയ്യും. സ്മോൾ ജോയ്സ് ഓവർ ബിഗ് അസറ്റ്സ് എനി ടൈം എന്നതാണ് ജെൻസിയുടെ മുദ്രാവാക്യം തന്നെ. നൗ അബൌട്ട് ജോബ്സ്. ജെൻസി ഒരു ജോലിയിൽ പരമാവധി നിൽക്കുന്നത് 1 വർഷം മാത്രമാണ്. അതിനിടയിൽ നല്ല ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അവർ അത് ചൂസ് ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. പ്രത്യേകിച്ചും കോവിഡിന് ശേഷം വർക്ക് ഫ്രം ഹോം എന്ന കൺസെപ്റ്റ് ശക്തമായതോടെ ഓഫീസിനോടുള്ള അടുപ്പവും ഈ ജനറേഷന് ഇല്ലാതായിട്ടുണ്ട്. അതിനു പുറമെ സാങ്കേതിക വിദ്യയുടെ കടന്നുകയറ്റവും ജോലി ഇല്ലാതാകുമോ എന്നുള്ളൊരു ആശങ്കയും ഭയവും ജെൻസിനെ അലട്ടുന്നുമുണ്ട്. സോ ജോബ്സ് ആർ ജസ്റ്റ് ഫോർ ഇൻകം, നോട്ട് ഫോർ ലൈഫ്. ദെൻ കംസ് ലവ്. ഡേറ്റിംഗ് ആപ്സ് വന്നതോടെ നേരിട്ട് കണ്ട് സംസാരിച്ച് പ്രണയിച്ച കാലമൊക്കെ മാറി. പ്രണയം വരെ ഇന്ന് ഡിജിറ്റലാണ്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഒരു കമ്മിറ്റ്മെന്റ് കാണിക്കാൻ പലർക്കും മടിയാണ്. സിറ്റുവേഷൻഷിപ്പ്, ബെഞ്ചിങ്, ബ്രെഡ് ക്രമ്മിങ്, ഗോസ്റ്റിംഗ്, ടെക്സ്റ്റേഷൻഷിപ്പ് എന്നിങ്ങനെ പല വെറൈറ്റീസ് ഓഫ് പ്രണയം നമുക്ക് ജെൻസി ലോകത്ത് കാണാൻ സാധിക്കും. ലൈക്ക് പ്രണയമാണോ എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ലേബിൾ നൽകാൻ ഈ ജനറേഷന് കഴിയില്ല. എന്നാൽ പ്രണയമാണ് താനും, മരണം വരെ കൂടെ ഉണ്ടാകും എന്ന വാഗ്ദാനങ്ങൾക്ക് പകരം തൽക്കാലം ഇങ്ങനെ പോട്ടെ, ബാക്കി പിന്നെ നോക്കാം എന്ന ചിന്താഗതിക്കാണ് ഇന്ന് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ കല്യാണവും കുട്ടികളുമൊക്കെ വളരെ ലേറ്റായി മതി എന്നാണ് പോളിസി. വേണമെങ്കിൽ മതി, ഇല്ലേ വേണ്ട. ഫൈനലി ദി റിയൽ ടോക്ക്. ലോക ജനസംഖ്യയുടെ പകുതിയും 30 വയസ്സിന് താഴെയാണെങ്കിലും വലിയ ബിസിനസ്സുകളും സംരംഭങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ തീരുമാനങ്ങളും എടുക്കുന്നതും ലോകം നിയന്ത്രിക്കുന്നതും 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന തലമുറയാണ്. അതുകൊണ്ട് തന്നെ മണി ആൻഡ് പവർ ഈസ് വിത്ത് ദം. സോ ജെൻസികൾക്ക് തീരുമാനങ്ങൾ എടുക്കുവാൻ പോലും അവസരം ലഭിക്കുന്നില്ല. ഇറ്റ്സ് ടു ഫ്രസ്ട്രേറ്റിംഗ് ഹോണസ്റ്റ്ലി. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടാൻ ജെൻസി തന്നെ കണ്ടെത്തിയിരിക്കുന്ന രീതിയാണ് ലിക്വിഡ് അഡൽഹുഡ്. ഇത് നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാനാവില്ലെങ്കിലും ഇതാണ് നമ്മുടെ യാഥാർത്ഥ്യം. മാറുന്ന ലോകത്തിനൊപ്പം നമ്മളും മാറുന്നു. അതുകൊണ്ട് തന്നെ ജോബ് ഇൻഡസ്ട്രിക്ക് ജെൻസിയെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ തീരുമാനങ്ങൾ അവർക്ക് തന്നെ വിട്ടുകൊടുക്കാതെ വേറെ വഴിയില്ല. അഡാപ്റ്റ് ഓർ ഗെറ്റ് ലെഫ്റ്റ് ബിഹൈൻഡ്. ദാറ്റ്സ് ദി ഓൺലി വേ. വാട്ട് ഡു യു തിങ്ക്? കമന്റ്സിൽ പറയൂ. ഫോളോ ഫോർ മോർ റിയൽ ടോക്സ്.